കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിന് പുറത്തും ഈവൻ ഇന്ത്യക്ക് പുറത്ത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ഒട്ടനവധി ലേണേഴ്സ് ലേൺവൈസിന്റെ സപ്പോർട്ടോടുകൂടി ഇഗ്നോ കോഴ്സുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ലേണേഴ്സ് നമ്മുടെ നിലവിലുള്ള 6 ഡിഗ്രി പ്രോഗ്രാമുകളും 5 PG പ്രോഗ്രാമുകളും പഠിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ലേണേഴ്സ് ലേൺവൈസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുമുണ്ട്. ഇവർക്കൊക്കെ തന്നെ എന്താണ് ലേൺവൈസ്, ലേൺവൈസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ, ലേൺവൈസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളും അതുപോലെ ലേൺവൈസിന്റെ അക്കാദമിക് ആൻഡ് നോൺ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രധാനമായിട്ടും മെന്റർഷിപ്പ് പോലെയുള്ള ഇനീഷ്യേറ്റീവ്സ് ഒക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന വീഡിയോ സീരീസിന്റെ 3ാമത്തെ വീഡിയോയിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. ഇന്നത്തെ വീഡിയോയുടെ പേരാണ് ഓറിയന്റേഷൻ. അപ്പൊ തുടക്കത്തിൽ തന്നെ നമ്മൾ പരമപ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും അറിയാം, ലേൺവൈസിന് 2 രീതിയിലുള്ള കോച്ചിങ് പാക്കേജസ് അവൈലബിൾ ആണ്, വിത്ത് മെന്റർഷിപ്പ് ആൻഡ് വിത്തൗട്ട് മെന്റർഷിപ്പ്. ഇതിൽ വിത്ത് മെന്റർഷിപ്പ് സെലക്ട് ചെയ്തിട്ടുള്ള ലേണേഴ്സിന് മാത്രമായിരിക്കും മെന്റേഴ്സിന്റെ നേതൃത്വത്തിലുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം അവൈലബിൾ ആയിരിക്കുക. ഓറിയന്റേഷൻ എന്ന് പറയുന്നത് 3 മുതൽ 4 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ നമ്മൾ റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റന്റ് ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ധാരണയില്ലാത്ത ഒരുപാട് മേഖലകൾ അവിടെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കോഴ്സ് എന്താണ്, കോഴ്സിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്, കോഴ്സിന്റെ സാധ്യതകൾ എന്താണ്, നമുക്ക് കരിയർ ബിൽഡ് ചെയ്യാൻ അത് എത്രത്തോളം സഹായിക്കും, അതുപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യും, അതിന്റെ അക്കാദമിക്സ്, വാല്യുവേഷൻ തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒട്ടും ധാരണ ഉണ്ടാവാൻ ഒരു വഴിയുമില്ല. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ധാരണയില്ലാത്ത ഇഗ്നോയിൽ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് ലേൺവൈസിന്റെ ഭാഗമായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഓറിയന്റേഷൻ വഴി ലേൺവൈസ് ഉദ്ദേശിക്കുന്നത്. ലോകത്തിലെ തന്നെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റികൾ ഒന്നായിട്ടുള്ള ഇഗ്നോയിൽ നിങ്ങൾ ഒരു കോഴ്സ് ചൂസ് ചെയ്തു. അതിനുശേഷം എന്തൊക്കെ പ്രോസസ്സുകളുണ്ട്, അതുപോലെ തന്നെ അവയിലൂടെ നിങ്ങൾക്കുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളും, കൂടാതെ നിങ്ങളുടെ പഠനം വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാ രീതിയിലും നിങ്ങളെ സജ്ജീകരിക്കുക എന്നുള്ളതാണ് ലേൺവൈസിന്റെ ഉദ്ദേശം. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓറിയന്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. 8 മുതൽ 10ഓളം സെഷൻസ് ഉള്ള ഒരു പ്രോഗ്രാമാണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അതിലെ ആദ്യ സെഷൻ വെൽക്കം മീറ്റ് ആണ്. അതായത് ലേൺവൈസിൽ കോഴ്സ് എടുത്തിട്ടുള്ള ഏതൊരു ലേണർക്കും തന്റെ ബാച്ച്മേറ്റ്സിനെയും മെന്റേഴ്സിനെയും പരിചയപ്പെടാനുള്ള ഒരു അവസരം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. സോ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷനായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കൊണ്ട് തന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഗെയിംസും ഇതിന്റെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്യും. 2ാമത്തെ സെഷനാണ് എ വാക്ക് വിത്ത് ഇഗ്നോ. അപ്പൊ ഈ ഇഗ്നോയിൽ കോഴ്സ് എടുത്തുള്ള നിങ്ങൾക്കൊക്കെ തന്നെ ഏകദേശം ഒരു ധാരണ ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. എന്നാൽ ഇഗ്നോന്റെ എല്ലാ മേഖലകളെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും രജിസ്ട്രേഷൻ, റീ രജിസ്ട്രേഷൻ, ടേം ആൻഡ് എക്സാമിനേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ററാക്റ്റീവ് സെഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനും ഈ ഒരു സെഷൻ വഴി സാധിക്കും. മേൽ പറഞ്ഞ 2 സെഷൻസും കമ്പൈൻഡ് സെഷൻസ് ആണ്. അതായത് ലേൺവൈസിൽ ഏതൊരു കോഴ്സ് എടുത്ത ഒരാൾക്കും ഇതിന്റെ ഭാഗമാകാൻ സാധിക്കും. അതുപോലെ BA ഇംഗ്ലീഷ് എടുത്ത ആളായിക്കോട്ടെ, MBA എടുത്ത ആളായിക്കോട്ടെ, MA സൈക്കോളജി എടുത്ത ആളായിക്കോട്ടെ, എല്ലാവരും തന്നെ ഈ സെഷൻസിൽ പ്രസന്റ് ആയിരിക്കും. എന്നാൽ നമ്മുടെ 3ാം സെഷൻ ആയിട്ടുള്ള സിലബസ് ഡീകോഡിംഗിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ച് ഡിഫറെന്റ് ആണ്. അതായത് ഇവിടെ നിങ്ങൾ ഫോർ എക്സാമ്പിൾ MA സൈക്കോളജി എടുത്തുള്ള ഒരാളാണെങ്കിൽ MA സൈക്കോളജി എടുത്തുള്ള മറ്റ് ലേണേഴ്സും മെന്റേഴ്സും ആയിരിക്കും അവൈലബിൾ ആയിരിക്കുക. അപ്പൊ പ്രധാനമായിട്ടും നമ്മുടെ കോഴ്സ് എന്താണ്, കോഴ്സിന്റെ സാധ്യതകൾ എന്താണ്, അതുപോലെ എത്ര ബ്ലോക്സ് ഉണ്ട് പഠിക്കാൻ, ഫസ്റ്റ് ഇയറിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട്, എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ടച്ച് ചെയ്തു പോകുന്ന വിഷയങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. ദ 4th സെഷൻ എൻമാസെ. എൻമാസെ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ടേം ആണ്, വിച്ച് മീൻസ് ആസ് എ ഗ്രൂപ്പ്. അപ്പൊ ഇതൊരു കമ്പൈൻഡ് സെഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ ലേൺവൈസിൽ പുതിയതായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള ഓരോ ലേണേഴ്സും അതുപോലെ തന്നെ ലേൺവൈസിന്റെ ഭാഗത്തു നിന്നും അക്കാദമിക് കൗൺസിലേഴ്സ്, മെന്റേഴ്സ്, ഫാക്കൽറ്റീസ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ടീം ലീഡ് തുടങ്ങിയവരൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും പരിചയപ്പെടാനുമുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 5ാം സെഷനിലേക്ക് കടക്കുകയാണ്, മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഹാപ്പിനെസ് അംബാസഡർ. ഇതും ഒരു കമ്പൈൻഡ് സെഷൻ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അത് ഫാമിലി ഇഷ്യൂസ് ആയിക്കോട്ടെ, പേഴ്സണൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, ജോബ് റിലേറ്റഡ് പ്രശ്നങ്ങളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് തുറന്നു പറയാനും അതുവഴി നല്ല അഡ്വൈസും നല്ല മെന്റൽ ഹെൽത്തും നിങ്ങൾക്ക് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ സെഷൻ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇതിന്റെ ഭാഗമായിട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുടെ സഹായം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും. വീണ്ടും ഒരു കമ്പൈൻഡ് സെഷൻ വരികയാണ്, സെഷൻ 6 മഡിൽ ത്രൂ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷ ഭാവിയിൽ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഭാഷയാണ്. എന്നാൽ ഈ ഭാഷയിൽ കൃത്യമായിട്ട് പരിജ്ഞാനം ഇല്ലാത്തവർ നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഷ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഭയമുള്ളവരും ഒരുപാട് ടെൻഷൻ ഉള്ളവരും കാണും.
അപ്പൊ നിങ്ങളുടെ ടെൻഷനും ഭയമൊക്കെ മാറ്റിയിട്ട് ഇംഗ്ലീഷിൽ നമുക്ക് അതിന്റെ റീഡിംഗ്, ലിസണിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് എന്നിങ്ങനെ ഇംഗ്ലീഷിന്റെ എല്ലാ മേഖലയിലും സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ടിപ്സും അഡ്വൈസസും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏഴാമത്തെ സെഷന്റെ പേരാണ് റോഡ് ടു സക്സസ്. ഇതൊരു കമ്പൈൻഡ് സെഷൻ അല്ല. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ കോഴ്സ് എടുത്ത ആൾക്കും ഭാവിയിൽ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ട ടിപ്സും ടെക്നിക്സും ഈ ഒരു സെഷൻ നമ്മൾ പറഞ്ഞു തരും. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ MA ഇംഗ്ലീഷ് എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഭാവിയിൽ MA ഇംഗ്ലീഷ് പഠനത്തിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട്, എന്തൊക്കെ കരിയർ നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെ ഓറിയന്റേഷന്റെ 8ാം സെഷനിലേക്ക് നമ്മൾ വരികയാണ്. സ്വിച്ച് ഇറ്റ് ഓൺ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ട്രഡീഷൻ ഉണ്ട്, എന്ത് മംഗളകർമ്മം തുടങ്ങുന്നതിന് മുൻപും നമ്മൾ ദീപം തെളിക്കാറുണ്ട്. അതുപോലെ തന്നെ വേണം ഈ ഒരു സെഷനെ കാണാൻ. കാരണം ഈ ഒരു സെഷൻ കഴിയുന്നതോടുകൂടി നമ്മൾ നമ്മുടെ സ്റ്റഡിയിങ് ജേർണി ആരംഭിക്കുകയാണ്. അതിനാൽ തന്നെ മുൻപുണ്ടായിരുന്ന സെഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളും നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്താൻ സാധിക്കും. കൂടാതെ കോഴ്സ് ലോഞ്ചിങ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. നിങ്ങളുടെ ടൈം ടേബിളും മറ്റു കാര്യങ്ങളും ഇവിടെ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ലേൺവൈസിന്റെ ഓൾ ടീം മെമ്പേഴ്സ്, അതുപോലെ അക്കാദമിക് ഡയറക്ടേഴ്സ്, മെന്റർഷിപ്പ് ഡയറക്ടേഴ്സ് എന്നിവരെല്ലാം തന്നെ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതുമായിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ലേൺവൈസ് ഓറിയന്റേഷൻ പ്രോഗ്രാം. പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആക്ടിവിറ്റീസും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓറിയന്റേഷൻ പ്രോഗ്രാം അവസാനിക്കുന്നത്. എന്തായാലും ലേൺവൈസിന്റെ ഫീച്ചറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.